ഓണക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അത്തം മുതൽ 10 ദിവസം മലയാളിയുടെ വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ നിറയും. സംസ്ഥാനത്തെമ്പാടും ജമന്തി കൃഷി സജീവമാണ്. കൊച്ചി കുന്നുകരയിലെ ഒരു ജമന്തിത്തോട്ടത്തിന്റെ കാഴ്ചകളിലേക്ക്. ഓണക്കാലത്ത് പൂക്കൂട് നിറച്ച് പൂക്കൾ വാങ്ങാനായി ഇനി മറ്റെങ്ങും പോകേണ്ട. എറണാകുളം കുന്നുകരയിലേക്ക് എത്തിയാൽ മതി. 3 കർഷകരുടെ ആശയമാണ് ഈ ജമന്തി പൂക്കളുടെ പറുദീസ. 2 പരീതുമാരും സുനീറും കൂടെ ചേർന്നൊരുക്കിയത് വിസ്മയം. അല്ല, പൂക്കൃഷി ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പൂക്കൃഷിയിലേക്ക് ഇറങ്ങി വന്നത്. കൃഷി ഓഫീസറൊക്കെ നല്ല സഹകരണമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മറ്റു പച്ചക്കറികളായിരുന്നു ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് വന്നത്. വഴിപോക്കരും പിന്നെ ഞങ്ങളുടെ കുടുംബാദികളും അങ്ങനെ ഇത് ഫോട്ടോ ഇട്ട് ഞങ്ങൾ പലർക്കും കൊടുക്കുമ്പോൾ അവരൊക്കെ ഇതിനോട് വലിയ സപ്പോർട്ടും പിന്നെ അവർ വന്ന് കാണലും ക്യാമറ പിടിക്കലും അങ്ങനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു നല്ലൊരു സന്തോഷം തോന്നിയാണ്. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ് ഈ സ്ഥലം ജമന്തിയുടെ ഉദ്യാനമാക്കി മാറ്റാൻ സഹായിച്ചത്. നേരിയ വിഷം പോലുമില്ലാത്ത ഫ്രഷ് പൂക്കൾക്കായി ആവശ്യക്കാരും ഏറെയാണ്. സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര നല്ലൊരു ഇത് വന്നത്, നമ്മളൊക്കെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റേ കർണാടകയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണരുത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അത്ര സന്തോഷം നമുക്ക് വേറൊന്നും വേണോ. നാളുകളായി പകലുണരുന്നത് മുതൽ രാവുറങ്ങുന്നത് വരെ ഇവർ 3 പേരും പൂന്തോട്ടത്തിലാണ്. മറ്റു കൃഷിയൊക്കെ ഉണ്ടെങ്കിലും പൂക്കൃഷി സമ്മാനിക്കുന്നത് വലിയ കുളിർമയാണെന്ന് ഇവർ പറയുന്നു. അത്തമെത്താൻ 2 നാൾ ബാക്കി നിൽക്കെ ഇത്തരം കാഴ്ചകൾ സന്തോഷം പകരുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ പൂക്കൾ പറിച്ച് അത്തമിടുന്ന ആ പഴയ കാലത്തിൻ്റെ തിരിഞ്ഞുനോട്ടത്തിന് ഒരു ഉണർവാണ് ഇത്തരം കാഴ്ചകൾ. കൊച്ചിയിൽ നിന്നും നന്ദകിഷോറിനൊപ്പം YS അഭിനന്ദ്, 24.